ശമ്പള പരിഷ്കരണം അനിവാര്യമാണ്. കാരണം വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം, ശമ്പളത്തെ പറ്റി തന്നെ പറയാം. എൻ്റെ ശമ്പളം, ഞാൻ അവസാനം 35 വർഷം കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് MPhil എന്ന ഡിഗ്രി എടുത്തു. അതിനുശേഷം PhD എന്ന ഡിഗ്രി എടുത്തു. ധാരാളം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 35 വർഷത്തിന് ശേഷം വിരമിക്കുമ്പോൾ ഞാൻ അവസാന മാസം മേടിച്ച ശമ്പളം 29,000 രൂപയായിരുന്നു. അതിനുശേഷം പലവട്ടം ശമ്പള പരിഷ്കരണം നടത്തി ഇപ്പോഴത്തെ ശമ്പള നിരക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് പെൻഷൻ പോലും ഞാൻ അന്ന് വാങ്ങിച്ച ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ 97,000 രൂപ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അന്ന് മേടിച്ച 29,000 രൂപ കൊടുത്താൽ എനിക്ക് 5 പവൻ സ്വർണം മേടിക്കാമായിരുന്നു. വിലക്കയറ്റത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് 1,30,000 രൂപ വാങ്ങുന്ന ഡ്രൈവറോ 1,40,000 രൂപ വാങ്ങുന്ന പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ 2 ലക്ഷം വാങ്ങുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അവർക്ക് എത്ര പവൻ സ്വർണം അതുകൊണ്ട് വാങ്ങാൻ പറ്റും? 2 പവനോ അതിൽ ഇത്തിരി കൂടുതലോ, അതിൽ കൂടുതലല്ല, പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 1,30,000 മേടിക്കുന്നവർക്ക് 1.5 പവൻ പോലും മേടിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ വിലക്കയറ്റം അത്ര രൂക്ഷമാണ്. അത് മാത്രവുമല്ല, കേരളത്തില് നാഷണൽ ആവറേജിന്റെ ഇരട്ടിയാണ് കേരളത്തിലെ വിലക്കയറ്റം. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് കേരളത്തിലെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് തീർച്ചയായും ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കണം. കാരണം ഈ പറയപ്പെട്ട അലവൻസസ് ഒക്കെ അവരുടെ ഡെയിലി ചെലവുകൾക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അവരുടെ പ്രവർത്തനക്ഷമത, അതിന് അത്യാവശ്യമായിട്ടും ശമ്പള പരിഷ്കരണം ആവശ്യമാണ്. അങ്ങനെ പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടി അവർക്ക് ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കലിംഗ് സംവാദങ്ങളൊന്നും ഉണ്ടാകാതെ അവർ തന്നെ ശ്രദ്ധിക്കണം. അതാണ് അവരുടെ കാര്യക്ഷമത, അവരുടെ ജനക്ഷേമ കർമ്മം, ഇതൊക്കെ അതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അവർക്ക് ഓർക്കാൻ ഈ ജെയിംസ് ഓട്ടീസൺ പറഞ്ഞ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് ഇല്ലാത്ത എത്രയോ മഹാരഥന്മാരെ ചരിത്രം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. ഉദാഹരണത്തിന് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ ലോകത്തെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാൻ പോലും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതിയാകണം എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും ആഗ്രഹിച്ച ആളല്ല. അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല രാജ്യസേവനം നടത്തിയത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ പീഡനങ്ങളും അനുഭവിച്ചത്. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള മഹാരഥന്മാരെ നാം ഓർക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏബ്രഹാം ലിങ്കന്റെ കാര്യം എടുത്തോളൂ. ഏബ്രഹാം ലിങ്കൺ, അതായത് അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്ക് സ്വാതന്ത്ര്യം, അവരെ അടിമകളായിരുന്നു, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആ പത്രത്തിൽ ആ സർട്ടിഫിക്കറ്റ്, അതായത് കൊടുക്കുന്ന അതിനുള്ള ആ പദ്ധതിയിൽ ഒപ്പിട്ട് പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതായത് നീഗ്രോകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനുള്ള ആ പത്രത്തിലെ ആ റിപ്പോർട്ടിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. അദ്ദേഹമാണ് അതിന്റെ കാരണക്കാരൻ, അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാരണക്കാരൻ. ഇനി അത് കഴിഞ്ഞു 100 വർഷം കഴിഞ്ഞിട്ടും ആ നിയമം നടപ്പാക്കിയില്ല. ആ നിയമം നടപ്പാക്കാൻ 100 വർഷം കഴിയുമ്പോൾ ജോൺ എഫ് കെന്നഡി മുൻപോട്ട് വരുന്നു. ആ ജോൺ എഫ് കെന്നഡിയും എബ്രഹാം ലിങ്കണെ പോലെ കൊല്ലപ്പെടുന്നു എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള മഹാരഥന്മാർ ഭരിച്ചിരുന്ന രാഷ്ട്രീയ രംഗത്താണ് ട്രംപിനെ പോലുള്ളവർ ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ക്രമേണ ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. നമുക്കറിയാം മാവോ സേതൂങ്ങിന്റെ കാലത്തൊക്കെ ഈ പറയപ്പെട്ട ഡെഡ്ലി എക്കണോമിക് സിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ചു പേരെ മാത്രമേ അത് ബാധിച്ചിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരെയും ബാധിക്കുന്ന രോഗമാണ് ഈ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് എന്നാണ് ജെയിംസ് ഓട്ടീസൺ പറയുന്നത്. അപ്പോൾ ഈ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് ബാധിക്കാതെ നോക്കേണ്ടത് നമ്മുടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെയും മന്ത്രി പുങ്കവന്മാരായി മാറുന്നവരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. കൂടെ ഞാൻ ഒന്നോടെ പറയട്ടെ, ശമ്പള പരിഷ്കരണം നടത്തി അവർക്ക് അവരുടെ മണ്ഡലത്തെ സേവിക്കാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്.
അത് ഇപ്പൊ ഇലക്ഷൻ വരുന്നു, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് ഒരു കാരണവശാലും, എന്നിട്ട് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും നേരത്തെ നടപ്പാക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവരാ രാഷ്ട്രീയ കള്ളത്തരം, അതായത് ഈ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്, കുറഞ്ഞ ശമ്പളത്തോടു കൂടിയാണ് നിങ്ങളെ സേവിക്കുന്നത് എന്നൊക്കെ വരുത്തി തീർത്ത് കൂടുതൽ വോട്ട് നേടണം എന്നുള്ള വിചാരം കൊണ്ടാണ് ഇങ്ങനെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നത്. പിന്നെ അത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ നടപ്പാക്കും. പക്ഷെ അങ്ങനെ പോകുന്നതിന് പകരം ചെയ്യേണ്ടതും അനിവാര്യമായി ചെയ്യേണ്ട ഒന്ന് പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം ചുരുക്കുക. അതായത് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് 11 പേഴ്സണൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ഇവിടെ ഈ 30 പേഴ്സണൽ സ്റ്റാഫ്, 30-ൽ കൂടുതലുള്ള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 30-ൽ കൂടുതൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ 15 വരെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സംസ്ഥാന മന്ത്രിക്ക് എന്തിനാണ് ഈ 30 പേഴ്സണൽ സ്റ്റാഫിന്റെ ഒക്കെ ആവശ്യം. അതൊക്കെ നികുതി ഭാരം, അതായത് ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ബഹുമാന്യരായ തെരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആ നികുതി ഭാരം വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ 30 പേര് എന്നുള്ളത് 15 വെട്ടിച്ചുരുക്കുക. അതാണ് ശമ്പള പരിഷ്കരണം മാറ്റിവെക്കുന്നതിനേക്കാളും അനിവാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പുറംവാതിൽ നിയമനം നിർത്തൂ എന്ന് ഭരണപരിഷ്കാര കമ്മീഷനാണ് പറഞ്ഞത്. അപ്പൊ ഈ പുറംവാതിൽ നിയമനം, അതായത് PSC പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് വളരെ നല്ല മിടുമിടുക്കർ കയറി വരേണ്ട മേഖലകളിലേക്ക് പുറംവാതിൽ വഴിയായിട്ട് ഇഷ്ടപ്പെട്ടവരെ നിയമിക്കുന്നു. അങ്ങനെ കാര്യക്ഷമത തല്ലിക്കെടുത്തുന്നു. അങ്ങനെ കാര്യക്ഷമത തല്ലിക്കെടുത്താതെ അർഹതയുള്ളവർക്ക് മാത്രം അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ ശമ്പള പരിഷ്കരണം നടത്തി അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും തെറ്റല്ല. പക്ഷെ തെറ്റുകൾ, പിൻവാതിലൂടെയുള്ള നിയമനം തെറ്റാണ്. അതുപോലെ തന്നെ 15 പകരം 25-ഉം 30-ഉം ഒക്കെ പേഴ്സണൽ സ്റ്റാഫിന് വെക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതുപോലെ തന്നെ PSC മെമ്പേഴ്സിന്റെ എണ്ണം എടുക്കുക. വെറുതെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ PSC മെമ്പേഴ്സിൽ 6 മുതൽ 10, 11 വരെയൊക്കെയാണ് മെമ്പേഴ്സ്. ഇവിടെ മാത്രം 21, 22 മെമ്പേഴ്സ്. ഇവരുടെ ഒക്കെ ചെലവുകൾ നമ്മൾ ആലോചിക്കണം. അവർക്ക് ഈ കഴിഞ്ഞ വളരെ കുറച്ച് 1-2 മാസമേ ആയിട്ടുള്ളൂ അവരുടെ ശമ്പളവും ഒക്കെ വലിയ രീതിയിൽ ഹൈക്ക് ചെയ്ത് കൊടുത്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദുർച്ചെലവുകൾ ഇതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ജനസേവനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന MLA-മാരുടെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും ശമ്പള പരിഷ്കരണം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. കത്രിക കൊണ്ട് മുറിക്കേണ്ടതൊക്കെ മുറിച്ചു കളയണം. പിന്നെ അതുപോലെ വീർത്തിരിക്കുന്നതൊക്കെ ചെത്തി മിനുക്കണം. പക്ഷേ കാര്യക്ഷമത വർദ്ധിക്കാൻ വേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം മാറ്റിവെക്കേണ്ട കാര്യമില്ല. അത് ഉടനെ നടപ്പാക്കാവുന്നതാണ്. കാരണം ഇപ്പോഴത്തെ വില കയറ്റം അനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 97,000 രൂപ കൊണ്ട് ഒരു മന്ത്രിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.